ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്നുള്ള 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് എടുക്കുന്നത്. ഓണം എക്സാമിൻ്റെ റിവിഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ്. ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് നോട്ട്സും കാര്യങ്ങളും കഴിഞ്ഞ പാഠങ്ങളുടെ വീഡിയോസ് വേണമെങ്കിൽ STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിൽ കണ്ടു നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ആദിമ മനുഷ്യരുടെ വസ്ത്രധാരണയുടെ ഒരു ചിത്രം തന്നിട്ട്, അവരുടെ വസ്ത്രത്തിൻ്റെ ഒരു ചിത്രം തന്നിട്ട് ഇങ്ങനെ ചോദിക്കാം: മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് തണുപ്പ്, ചൂട് തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളെ കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നു. വീതിയുള്ള ഇലകളും മൃഗങ്ങളുടെ തോലും മരത്തോലുകളും ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങളായി ഉപയോഗിച്ചു. പ്രകൃതിയിലെ വസ്തുക്കൾ തുന്നിച്ചേർത്ത് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നാരുകൾ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യർ ആദ്യത്തെ കാലത്ത് തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നുമൊക്കെ രക്ഷ നേടിയിരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. വസ്ത്രം കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? തണുപ്പിൽ നിന്ന് സംരക്ഷണം, ചൂടിൽ നിന്ന് സംരക്ഷണം, ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു, പ്രാണികളിൽ നിന്ന് സംരക്ഷണം, രോഗാണുക്കളിൽ നിന്ന് സംരക്ഷണം, വൃത്തിയുള്ള വസ്ത്രം നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. അടുത്ത ചോദ്യം: ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത്? മരങ്ങളുടെ പുറംതൊലി, മൃഗങ്ങളുടെ തൊലി, വലിയ ഇലകളും പുല്ലുകളും. ആദിമ മനുഷ്യരുടെ വസ്ത്രനിർമ്മാണം ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. എന്തായിരിക്കും കാരണം? ആദിമ മനുഷ്യർക്ക് വസ്ത്രനിർമ്മാണത്തിനുള്ള യന്ത്രസാമഗ്രികളോ സാങ്കേതിക വിദ്യകളോ വൈവിധ്യമാർന്ന വസ്തുക്കളോ അന്ന് ലഭ്യമായിരുന്നില്ല. ആദിമ മനുഷ്യരുടെ വസ്ത്രനിർമ്മാണത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. പ്രധാനപ്പെട്ട ചോദ്യമാണ്, ശരിക്ക് വായിച്ച് മനസ്സിലാക്കി പോയിക്കൊണ്ടു കേട്ടോ. വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത്. പുല്ല്, ഇലകൾ, മരത്തോൽ, മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാക്കി. മൃഗങ്ങളുടെ തോൽ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ ഉപയോഗിച്ചു. പ്രധാനപ്പെട്ട ചോദ്യമാണ്, സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. മറ്റൊരു ചോദ്യം നോക്കൂ. എന്താണ് നെയ്ത്ത്? നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. ഇതൊരു 1 വേർഡ് ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. എന്താണ് കൈത്തറി തുണികൾ? നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ. ഇതും ഒരു 1 വേർഡ് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ 3 ഉദാഹരണങ്ങൾ പഠിച്ചു വെച്ച് പോവുക, കാണാതെ പഠിക്കുക. അടുത്ത ചോദ്യം: നെയ്ത്തു വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കിയ സാഹചര്യം എന്ത്? മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവാണ് നെയ്ത്തു വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കിയത്. വസ്ത്രനിർമ്മാണത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആദ്യകാലങ്ങളിൽ പരുത്തി, ചണം എന്നിവയിൽ നിന്ന് നിർമ്മിച്ച നൂലുകൾ ഉപയോഗിച്ച് കൈകൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിച്ചത് നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കി. നിലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി. ശാസ്ത്ര പുരോഗതി സ്പിന്നിംഗ് ജെന്നി പോലുള്ള പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. ജനസംഖ്യാ വർധനവ് വസ്ത്രങ്ങളുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു. അപ്പോൾ വസ്ത്രനിർമ്മാണ രംഗത്തുണ്ടായ ഘട്ടം ഘട്ടമായ മാറ്റങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിച്ചു പോകണം കേട്ടോ. അടുത്ത ചോദ്യം: യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാം? വസ്ത്രോൽപാദനത്തിലെ വർധനവ്, മനുഷ്യരുടെ അധ്വാനഭാരത്തിലെ കുറവ്, വസ്ത്രങ്ങളിലെ വൈവിധ്യം, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ, വസ്ത്രങ്ങളുടെ വ്യാപനം, ഉൽപാദനച്ചെലവ് കുറഞ്ഞു, ഉൽപാദനക്ഷമത വർദ്ധിച്ചു. എന്താണ് പ്രകൃതിദത്ത നാരുകൾ? ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന നാരുകളാണ് പ്രകൃതിദത്ത നാരുകൾ. ഉദാഹരണം ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരും നിർമ്മിക്കുന്നു. സസ്യങ്ങളിൽ നിന്നോ? പരുത്തി, ചണം ചെടികളിൽ നിന്ന് പരുത്തി നാരും ചണനാരും നിർമ്മിക്കുന്നു. എന്താണ് കൃത്രിമ നാരുകൾ?
പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചിലവ് കുറവാണ്. പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട്. ഉദാഹരണം പോളിസ്റ്റർ, നൈലോൺ, റയോൺ. അപ്പോൾ ഇതെങ്ങനെയും ചോദിക്കാം. കൃത്രിമ നാരുകളും പ്രകൃതിദത്ത നാരുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്നുള്ള രീതിയിലും ചോദിക്കാം. പ്രകൃതിജന്യ നാരുകൾ ഏതൊക്കെ ജീവികളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. കമ്പിളി ചെമ്മരിയാടിൽ നിന്നാണ്, പട്ട് പട്ടുനൂൽ പുഴുവിൽ നിന്നാണ്, പരുത്തി പരുത്തിച്ചെടിയിൽ നിന്നാണ്, ചണം ചണച്ചെടിയിൽ നിന്നാണ്. അടുത്ത ചോദ്യം നോക്കൂ. വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? കാലാവസ്ഥ, ആചാരങ്ങൾ, അധികാരസ്ഥാനങ്ങൾ, തൊഴിൽ, പ്രാദേശിക വ്യത്യാസങ്ങൾ എന്നിവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നു. 1859 തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ആ വിളംബരം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് അതുപോലെ ഒരുപക്ഷെ ചോദ്യം വരാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതി ചേർക്കാം? അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്നും തടഞ്ഞിരുന്നു എന്നാണ് ഈ വിളംബരം നമ്മോട് പറയുന്നത്. 1859 തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിൽ തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരമായിട്ട് എഴുതി ചേർക്കാവുന്നതാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരായ പ്രക്ഷോഭത്തിൻ്റെ ആയുധമായി ചർക്കയും ഖാദി വസ്ത്രവും ഉപയോഗിച്ചത്? ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി. ചർക്കയിൽ നൂൽ നൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി. ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാണാതെ തന്നെ പഠിച്ചു പോവുക. അടുത്ത ചോദ്യം നോക്കൂ. ഇന്നത്തെ വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വ്യക്തിപരമായ മുൻഗണനകൾ, താൽപ്പര്യങ്ങൾ, സൗകര്യം, സൗന്ദര്യ സങ്കല്പങ്ങളിൽ വന്ന മാറ്റം, പരസ്യങ്ങൾ, സിനിമകൾ, ദൃശ്യമാധ്യമങ്ങൾ. അടുത്ത ചോദ്യം നോക്കൂ. വസ്ത്രനിർമ്മാണ രംഗത്തെ വിവിധ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണ്? നെയ്ത്ത്, നൂൽനൂൽപ്പ്, ചായം മുക്കൽ, ഡിസൈനിങ്, എംബ്രോയ്ഡറി, തുന്നൽ, വസ്ത്രാലങ്കാരം. ഉപയോഗിച്ചതും ആവശ്യമില്ലാത്തതുമായ വസ്ത്രങ്ങളെ എങ്ങനെ ഉപയോഗപ്രദങ്ങളായ സാമഗ്രികളാക്കി മാറ്റാം? പഴയ വസ്ത്രങ്ങളിൽ നിന്ന് പരവതാനികൾ ഉണ്ടാക്കാം. പഴയ വസ്ത്രങ്ങളിൽ നിന്ന് കരകൗശല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. പഴയ വസ്ത്രങ്ങളിൽ നിന്ന് ബാഗുകൾ ഉണ്ടാക്കാം. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഉപയോഗിച്ച വസ്ത്രങ്ങൾ ശേഖരിക്കാം. പൂക്കൾ, ചുമരിൽ തൂക്കിയിടുന്ന വസ്തുക്കൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം. കർട്ടനുകൾ, തലയിണ കവറുകൾ, ഹെയർ ബാൻഡുകൾ തുടങ്ങിയവ ഉണ്ടാക്കാം. ഇനി ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള വൺ വേർഡ് ചോദ്യങ്ങൾ നോക്കൂ. ആരാണ് സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത്? ഉത്തരം ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ആരാണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്? ഉത്തരം എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരത്തിൻ്റെ പേരെന്താണ്? മേൽമുണ്ട് സമരം എന്നാണ്. എന്നാണ് ദേശീയ കൈത്തറി ദിനം? ഓഗസ്റ്റ് 7 ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്നുള്ള പാഠത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഞാൻ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞത് കാണാതെ തന്നെ പഠിക്കണം കേട്ടോ. മറ്റു വിഷയങ്ങളിലെ വീഡിയോകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാനും മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്